ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ പരാജയപ്പെട്ടത്. ഈ മത്സരത്തിൽ ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് കുബാർസിയും എറിക് ഗാർഷ്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവൊന്നും പുലർത്താൻ കുബാർസിക്കോ അതല്ലെങ്കിൽ ഗാർഷ്യക്കോ സാധിച്ചിരുന്നില്ല. സൂപ്പർ താരമായ റൊണാൾഡ് അരൂഹോ പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. അതായത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ അഥവാ 74-ാമത്തെ മിനിറ്റിലാണ് ഗാർഷ്യക്ക് പകരമായിക്കൊണ്ട് അരൗഹോ എത്തിയത്. അരൗഹോ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് റയലിൻ്റെ ലെജൻഡായ ടോണി ക്രൂസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് റൊണാൾഡ് അരൗഹോയെ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലിക്കിൻ്റെ ആ ഒരു തീരുമാനം അതല്ലെങ്കിൽ ബാഴ്സ പരിശീലകൻ്റെ തീരുമാനം തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നാണ് ക്രൂസ് വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രതിരോധ നിരയിൽ കുബാർസിക്ക് പറ്റിയ കൂട്ടാളി അത് റൊണാൾഡ് അരൗഹോയാണ്. എതിരാളികളെ തടയാനുള്ള നല്ല മാർഗം അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ പുറത്തിരുത്താനുള്ള പരിശീലകന്റെ തീരുമാനം എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. അതായത് എംബപ്പെ, വിനീഷ്യസ് എന്നിവരെ പോലെയുള്ള എതിരാളികൾക്കെതിരെ അവരുടെ വേഗതയോട് മുട്ടി നിൽക്കാൻ സാധിക്കുന്ന ഡിഫൻഡർ അത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് റൊണാൾഡ് അരൗഹോയായിരുന്നു. അദ്ദേഹം ഇല്ലാത്തത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. അതായത് റൊണാൾഡ് അരൗഹോയെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തണമായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ആ ഒരു ബാഴ്സ പരിശീലകന്റെ തീരുമാനം അത് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റൊണാൾഡ് അരൗഹോ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ബാഴ്സയുടെ ഡിഫൻസിനും ഗോൾ കീപ്പർക്കും വലിയ ഒരു പരീക്ഷണങ്ങളായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. ഷെസ്നിയുടെ ഒരു മികവ് ഇല്ലായിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 ഗോളുകൾ എങ്കിലും FC ബാഴ്സലോണയുടെ വലയിൽ പതിക്കുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.